ശ്രീ എൻ പി ചക്കുട്ടി, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി സമവാക്യങ്ങൾ മാറാനുള്ള സാധ്യത എത്രത്തോളം എന്നാണ് അങ്ങ് കാണുന്നത്? ഇന്നത്തെ LDFന്റെ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ജോസ് കെ മാണിയെയും ശ്രേയാംസ് കുമാറിനെയും കണ്ടില്ല. പക്ഷേ ശ്രേയാംസ് കുമാർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി പങ്കെടുക്കാത്തത് മുന്നണിയിൽ നിന്ന് മറന്നുകൊണ്ടല്ല എന്നുള്ളൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് അങ്ങ് കാണുന്നത്? 2026 UDF മുന്നണി വിപുലീകരിക്കപ്പെടുമോ? UDF സംബന്ധിച്ചിടത്തോളം UDF തങ്ങൾ വിപുലീകരണത്തിന് വേണ്ടിയുള്ള ശ്രമിക്കുന്നതായിട്ട് UDF പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ മുന്നണിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ന്യായമായ സൗകര്യങ്ങൾ കൊടുക്കും എന്നും പ്രതിപക്ഷ നേതാവ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഒരു വാതിൽ തുറന്നിട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ UDF നിൽക്കുന്നത്. പക്ഷേ സാങ്കേതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മലബാർ പ്രദേശത്ത് അൻവറിനെ പോലൊരു പാർട്ടി, അൻവർ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. മലപ്പുറത്ത് മാത്രമല്ല, മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ചെറുതല്ലാത്ത ഒരു സ്വാധീനം ഉള്ള ഒരാളാണ്. അദ്ദേഹം UDFൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പം CK ജാനുവിനെ പോലുള്ള ആളുകൾ അവരും ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പാർട്ടികൾ, ഇപ്പോൾ വർഗീസ് ജോർജിൻ്റെ പാർട്ടിയെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് നേരത്തെ മത്സരിച്ചിരുന്ന സീറ്റുകളൊക്കെ കൊടുക്കാൻ അവർക്ക് കഴിയുമായിരിക്കും. പക്ഷേ വടകര പോലുള്ള സീറ്റുകൾ അത് പ്രയാസം ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറയുകയാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയാണ് അതെ അല്ല വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഓൾറെഡി KK രമയെ പോലുള്ള ഒരാൾ അവിടെ മത്സരിച്ച് ജയിച്ചു നിൽക്കുന്നതാണ്. KK രമയും അവരുടെ പാർട്ടിയെയും അവർ മുന്നണിയിൽ ഇല്ലെങ്കിൽ പോലും UDFന് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം UDFുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരവിടെ മത്സരിക്കുന്നത്, അവരവിടെ ജയിച്ചത്. വളരെ സ്വാഭാവികമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി എന്നതിൽ അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം സീറ്റുകൾ വിഭജിച്ച് കൊടുക്കുമ്പോൾ സഖ്യകക്ഷികളായിട്ടുള്ള ആളുകളിൽ നിന്ന് കൂടി സമ്മതമില്ലാതെ അത് നടന്നു എന്ന് വരില്ല. അപ്പോൾ അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ ഒരു പ്രശ്നം, അതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് സീറ്റുകളുടെ കാര്യത്തിലുള്ള ഈ അക്കമഡേഷൻ എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് കോംപ്രമൈസ് വേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ, അതിൻ്റെ നിലപാടുകൾ പലതും അബാൻഡൺ ചെയ്യപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് അത് CPI ആയാലും ശരി, RJD ആയാലും ശരി, അത്തരത്തിലുള്ള മറ്റ് കക്ഷികളായാലും ശരി, അവരെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം എന്ത്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള രീതികൾ എന്ത്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ജനങ്ങളോട്, അവരുടെ അണികളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വികസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നിയോ ലിബറൽ വികസനം മാത്രമാണ്. സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഈ വികസനത്തിന് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഈ സാമൂഹികമായിട്ടുള്ള ക്ഷേമങ്ങളുണ്ടാക്കി സാമൂഹികമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ താഴോട്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിയോ ലിബറൽ വികസന പാതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവുമായിട്ട് അതിന് വലിയ ബന്ധങ്ങളുമില്ല. രണ്ടാമത് ഇത് വിശദീകരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പം ഈ നമ്മുടെ ഈ കേരളയിൽ പോലുള്ള വിഷയങ്ങൾ അത് സർക്കാർ തന്നെ ഏതാണ്ട് ഉപേക്ഷിച്ചാണ്, എന്നാൽ ഉപേക്ഷിച്ചില്ല എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് സാധാരണ പാർട്ടികൾക്കുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം മറ്റു കൂടെ നിൽക്കുന്ന പാർട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടല്ല അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായ സംഗതിയാണ്. PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നിലപാട് CPMന് പോലും ഉണ്ടായിരുന്നു. കാരണം RSSൻ്റെ ഒരു വർഗീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാട് വിദ്യാഭ്യാസ രംഗത്ത് യുവതലമുറയുടെ ചിന്തയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് PM ശ്രീ. അതൊരു യാതൊരു ഡിസ്പ്യൂട്ടില്ലാത്തൊരു വിഷയമാണ്. അതിനകത്ത് തങ്ങൾക്ക് കുറച്ച് പണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് സത്യമായിട്ട് അത്രയും വലിയ പണമൊന്നും കിട്ടാനില്ല. കാരണം അതിൻ്റെ ഒരു വലിയ പങ്ക് പണം നേരത്തെ തന്നെ കൊടുക്കിട്ടതിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവസാന സമയത്ത് ഈ ഒപ്പിട്ടതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ത്, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണോ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ CPI പോലെ പാർട്ടികളെ ബാധിക്കുന്നുണ്ട്, ജനതാദളിനെ പോലെ പാർട്ടികളെ ബാധിക്കുന്നുണ്ട്, ഇടതുപക്ഷ സ്വഭാവമുള്ള വാദികളൊക്കെ ബാധിക്കുന്നുണ്ട്. നേരത്തെ പോയിരുന്ന അപ്പോൾ RSP ഫോർ എക്സാമ്പിൾ, RSP യഥാർത്ഥത്തിൽ കേരളത്തിലെ വളരെ ശക്തമായ ഇടതുപക്ഷ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്. RSP ഇന്നിപ്പോൾ UDFൻ്റെ ഭാഗത്താണ്. പക്ഷേ
UDF അവർ വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയമായിട്ട് നയങ്ങളിൽ സമൂഹവുമായിട്ടുള്ള ഇടപെടലിൽ ഇതൊക്കെ തന്നെ ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജനകീയമായ സമീപനം, ഒരു ജനാഭിമുഖമായിട്ടുള്ള സമീപനം ഇന്ന് UDF എടുക്കുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഈ ന്യായ് പദ്ധതി പോലെയുള്ള കോൺഗ്രസിൻ്റെ പദ്ധതികൾ യഥാർത്ഥത്തിൽ വളരെ വളരെ ജനകീയമായിട്ടുള്ള ഒരു പുതിയ അജണ്ട മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടുതൽ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ളൊരു സമീപനം ഇന്ന് BJPയും സംഘപരിവാരും കൊണ്ടുവരുന്ന കോർപ്പറേറ്റ് അനുകൂലമായ നഗലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ സമീപനം കൊണ്ടുവരാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഇതൊക്കെ നോക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ചില പുനരാലോചനകൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ഉണ്ട്. പക്ഷേ ഈ ജനതാദൾ പോലുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, CPI പോലുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകളെ സംബന്ധിച്ച് ഒരു പുനരാലോചന ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് വേണ്ടി വരും എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ കേരളത്തിലുള്ള CPM നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നുക. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.